SDP എന്ന പാർട്ടിയുടെ അസ്തിത്വം തന്നെ എന്താണ്? ആ പാർട്ടി എന്തിനാണ് രൂപം കൊണ്ടത്? ആ പാർട്ടി രൂപം കൊണ്ട് കഴിഞ്ഞൊരു 10-25 വർഷം, നൂറ്റാണ്ട് കാലം കേരളത്തിൽ ആ പാർട്ടിയും അവരുടെ മാതൃപ്രസ്ഥാനമൊക്കെ പ്രവർത്തിച്ചതിന് വേണ്ടിയാണ്. RSS ഇന്ത്യയെ വിഴുങ്ങാൻ പോകുന്നു, കേരളത്തിലും അവർ വേരുകളാഴ്ത്തുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ശത്രുക്കളായ കമ്മ്യൂണിറ്റി അതിനെ ചെറുത്ത് നിൽക്കണം. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? ഞങ്ങളെ ഏതോ പഞ്ചായത്തിൽ തോൽപ്പിച്ചു എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനത്ത് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു. ഒട്ടും രാഷ്ട്രീയമായി അവർക്ക് അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയില്ല, അവർക്ക് അതിനെ വിശദീകരിക്കാൻ പോലും കഴിയില്ല. ഇന്ന് അവരുടെ സംസ്ഥാന അധ്യക്ഷനായ ഒരു മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി ഫേസ്ബുക്കിൽ പോസ്റ്റർ എന്തോ പറഞ്ഞിട്ട് അത് വായിച്ചാൽ മനസ്സിലാവില്ല, അത് എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവില്ല, അത് അവർക്ക് വിശദീകരിക്കാൻ കഴിയില്ല. അപ്പോൾ ആരാണെന്ന് ഫാസിസത്തിനെതിരായ പോരാട്ടമാണ് എന്ത് സാഹചര്യത്തിൽ ഇപ്പോൾ ഏറ്റവും കരണീയമായത് എന്ന് പറഞ്ഞാൽ എന്താണ്? മഞ്ചേശ്വരത്ത് KM അഷ്റഫ് എന്ന് പറയുന്ന അവരുടെ സ്ഥാനത്ത് നിർത്തി ലീഗിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ഫാസിസത്തിനെതിരാളുടെ പോരാട്ടം. അപ്പോൾ ഇവരെന്താണ്? UDFന് BJP പ്രധാന ഭീഷണിയല്ല, LDFനും പ്രധാന ഭീഷണിയല്ല, SDPIക്കും പ്രധാന ഭീഷണിയല്ല, പിന്നെ ആർക്കാ ഭീഷണി? അപ്പോൾ BJP ചോദിക്കാം, ഞങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കാമല്ലോ. ഇനി മറ്റൊരു ചോദ്യം കൂടിയുണ്ട്, ഈ BJPയെ വലിയ ശത്രുവായിട്ട് കാണണോ എന്നൊരു ചോദ്യം കൂടി ചിലർ ചോദിക്കാറുണ്ട്. അതിനങ്ങനെ വലിയ ഭീഷണിയായിട്ട് കാണണോ? അങ്ങനെ കാണണോ എന്ന് ചോദിക്കുന്നവർ ജസ്റ്റ് ഉത്തരേന്ത്യയിലേക്ക് നോക്കുക. അവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ വീഴ്ചകളും, അവിടെ ഉണ്ടായിട്ടുള്ള ജാഗ്രത കുറവുകളും, ത്രിപുര, ബംഗാൾ ഒക്കെ ജാഗ്രത കുറവുകളിൽ എന്താണ് പിന്നീട് സംഭവിച്ചതെന്ന് മനസ്സിലാവുക. ഈ ഭൂതം ഈ കൂടാരത്തിനകത്ത് കയറിയിരുന്നാൽ പിന്നെ ഇറങ്ങിപ്പോവില്ല എന്ന അടിസ്ഥാന ബാലപാഠം, രാഷ്ട്രീയ ബാലപാഠം, ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠം ഈ പാർട്ടികൾ മനസ്സിലാക്കുക. അത്രയേ ഉള്ളൂ.